ഹലോ, ഓക്കെ. എൻ്റെ പേര് ജോസി എബ്രഹാം. ഞാൻ ജനിച്ചത് കോടുകുളഞ്ഞി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. എൻ്റെ ഗ്രാമം പത്തനംതിട്ട ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഈ കോടുകുളഞ്ഞി ഗ്രാമം. അവിടെ ചെറുകര എന്ന് പറയുന്ന കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പിതാവ് റവറൻ C.T. എബ്രഹാം ഒരു അധ്യാപകനാണ്. അതിനോടുകൂടി അധ്യാപകനും ഒരു അച്ഛനും കൂടാണ്, വൈദികൻ, CSI സഭയിലെ ഒരു ഓർഡൈൻ പ്രീസ്റ്റും. എൻ്റെ മാതാവ് ഏലിയാമ്മ ഹൗസ് വൈഫ്. ഞങ്ങൾ 10 പിള്ളേരാണ്, 10 സിബിലിങ്സ്. അതിൽ 7 പേര് ആൺപിള്ളേരും 3 പെൺപിള്ളേരും. ഞാൻ 6ാമനാണ്. എൻ്റെ മൂത്ത സഹോദരൻ തോമസ് C. എബ്രഹാം. അദ്ദേഹം എൻ്റെ പിതാവിനെ പോലെ തന്നെ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹവും CMS കോളേജ് ഹൈസ്കൂൾ കോട്ടയത്ത് ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. എൻ്റെ 2ാമത്തെ സഹോദരൻ ആണ് ചെറിയാൻ C. എബ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേര്. ഞങ്ങൾ അച്ചുച്ച എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അദ്ദേഹം വളരെ കാലം ഭോപ്പാൽ ഹെവി ഇലക്ട്രിക്സ് എന്നാണ് അന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പേരൊക്കെ മാറ്റി അവിടെ അക്കൗണ്ടൻസ് ആയിട്ട് വളരെ കാലം ജോലി ചെയ്തിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ്. അവിടെ മലയാളി അസോസിയേഷനും പള്ളിയിലും ഒക്കെ അദ്ദേഹം വളരെ. പിന്നെ 2ാമത്തെ ആൾ ഒരു വൈദികനാണ് ആയിരുന്നു. അദ്ദേഹവും മരിച്ചുപോയി. കുരുവിള C. എബ്രഹാം, KC എബ്രഹാം എന്നാണ് പറയുന്നത്. CSI സഭയിലെ ഒരു ഓർഡൈൻ അച്ഛനായിരുന്നു. വളരെ പലർക്കും അറിയാവുന്ന ഒരു അച്ഛനാണ്. അച്ഛൻ ബാംഗ്ലൂരിലായിരുന്നു അച്ഛൻ്റെ പ്രവർത്തനം. പിന്നെ ഉള്ള 4ാമത്തെ ആളാണ് CA എബ്രഹാം എന്ന് പറയും. അദ്ദേഹം ഫാർമസ്യൂട്ടിക്കൽസ് ലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരത്ത് ഫാമിലിയായിട്ട് ജീവിക്കുന്നു. പിന്നെ 5ാമത്തെ ആളുടെ പേര് റോയ് N. എബ്രഹാം. അദ്ദേഹം ഇപ്പോഴില്ല. അദ്ദേഹം കോട്ടയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വാസം. പിന്നെ 6ാമനാണ് ഞാൻ. എൻ്റെ താഴെയുള്ള ആളാണ് 3 പേര് ഗേൾസാണ്. അതിൽ ആദ്യത്തെ ആളാണ് മാഗിയൊക്കെ വിവാഹം കഴിച്ചിരിക്കുന്നത് ആണ് പുന്നക്കാട് മലയിൽ കുടുംബം. അതിനുള്ള സണ്ണി ചെറിയ കോശി. അവർ വളരെ കാലം കുവൈറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം തിരുവനന്തപുരത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നു. പിന്നുള്ള ആളിൻ്റെ പേരാണ് ബെറ്റി എലിസബത്ത്. അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു വൈദികനാണ്, തോമസ് ജോൺ അച്ഛൻ. അച്ഛൻ ആലുവ UC കോളേജിലെ ഒരു പ്രൊഫസറാണ്. അച്ഛനും റിട്ടയർ ചെയ്ത് അവർ 2 പേരും ആലുവയില്ല ആണ് ഇരിക്കുന്നത്. പിന്നുള്ള ആളുടെ പേര് ഞങ്ങൾ വിളിക്കുന്ന കൊച്ചുമോളെന്ന്. അവളുടെ അന്നമ്മ എന്നാണ് അവളുടെ ഒഫീഷ്യൽ പേര്. അവളുടെ ഭർത്താവും അവർ എസ്റ്റേറ്റുകാരാണ്, പൂപ്പാറ എസ്റ്റേറ്റ്സിലാണ്. അവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അവളും ഇപ്പോൾ ആലുവയിൽ അവളും അവളുടെ ഇളയ മകനും കൂടെ ഒന്നിച്ച് താമസിക്കുന്നു. ഒരു 2 പിള്ളേരാണ്. മൂത്തവൻ ആലുവയിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് ഏറ്റവും ഇളയവനാണ് കൊച്ചുമോൻ എന്ന് പറയും. അവന് മാത്യു എബ്രഹാം. അവൻ ഒരു സയൻറ്റിസ്റ്റാണ്. അവൻ ഡോക്ടറേറ്റൊക്കെ എടുത്ത് ഈ
എനർജി ഫീൽഡിൽ ഇപ്പോഴും വളരെ ഇതായിട്ട് കൺസൾട്ടൻ്റായിട്ടുമൊക്കെ വർക്ക് ചെയ്യുന്നു. അവൻ ചെന്നൈയിലാണ് അവൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. കോടുകുളഞ്ഞിയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ചുരുക്കമായിട്ടുള്ള ഓർമ്മയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിനെ മാത്രമേ എനിക്ക് ഓർമ്മയിലുള്ളൂ. വല്യമ്മച്ചി വളരെ പണ്ടത്തെ ഒരു ടീച്ചറായിരുന്നു. ആച്ചിയമ്മ ടീച്ചർ എന്നാണ് അവിടെയൊക്കെ അറിയപ്പെടുന്നത്. സമ്മർ വെക്കേഷൻ കാലത്ത് അവിടെ അമ്മച്ചിയുടെ കൂടെ വല്യമ്മച്ചിയുടെ കൂടെ പോയി താമസിക്കുന്നതും കൂടെ പള്ളിയിൽ പോകുന്നതും ഒക്കെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ അമ്മയുടെ വീട് വെൺമണി എന്നുള്ള, അത് കോടുകുളഞ്ഞി പോലെ ഒരു 1-1.5 കിലോമീറ്റർ മാറിയാണ് വെൺമണി എന്നുള്ള ഒരു സ്ഥലം. മാർത്തോമാക്കാരുടെ ഒരു വലിയൊരു പള്ളിയൊക്കെ അവിടെ ഉണ്ട്. അവിടെ വല്ലപ്പോഴും ഇങ്ങനെ പോകും. വല്യപ്പച്ചൻ മാത്രം, അദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നു. എമ്മോ ചെറിയാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. എൻ്റെ അമ്മച്ചി അവിടുത്തെ അവർക്ക് 6 വല്യപ്പച്ചൻ 6 പെൺപിള്ളേരായിരുന്നു. അവിടുത്തെ 2ാമത്തെ ആളായിരുന്നു എൻ്റെ അമ്മ. പിന്നെ അവിടെയും അങ്ങനെ വല്ലപ്പോഴും പോയി താമസിക്കുമായിരുന്നു. ഇതിൻ്റെ കാരണം എൻ്റെ ബാല്യകാലം എല്ലാം ഞാൻ കോട്ടയത്തായിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. അതായത് എൻ്റെ ഫാദർ, എൻ്റെ അച്ചായൻ ഞാൻ പറഞ്ഞ പോലെ ഒരു ടീച്ചർ ആയിരുന്നല്ലോ. പക്ഷേ അച്ചായൻ്റെ ജോലി മുഴുവനും കോട്ടയത്തായിരുന്നു. കോട്ടയം CMS സ്കൂളും ട്രെയിനിങ് സ്കൂള് അങ്ങനെ പല പല സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുകയും അതിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ടും ഒക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CNI പ്രൈമറി സ്കൂളിലായിരുന്നു ഞാൻ എൻ്റെ ആദ്യത്തെ കോട്ടയത്തെ വിദ്യാഭ്യാസം തുടങ്ങിയത്. വളരെ CSI സഭയുടെ ഒരു കേന്ദ്രസ്ഥാനമാണല്ലോ കോട്ടയം. അതിനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് CMS പ്രസ് എന്ന് പറയുന്നത്. ആദ്യത്തെ ബൈബിൾ പ്രിൻ്റ് ചെയ്ത സ്ഥലവും അങ്ങനെ വളരെ ഫേമസായിട്ട്, ഇന്നും വളരെ ഫേമസായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ CMS പ്രസ്. അതിൻ്റെ വളരെ അടുത്ത് ഉള്ളതാണല്ലോ CMS കോളേജ് ഹൈസ്കൂള്. അതിൻ്റെ എൻട്രൻസിൻ്റെ സൈഡിലുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ ആദ്യമേ താമസിക്കാൻ തുടങ്ങിയത്. എനിക്കിപ്പോഴും അറിയാം, ആ ഗേറ്റിൻ്റെ അടുത്തുള്ള വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കോട്ടയത്തെ ആ കത്തീഡ്രലും പള്ളിയുടെ സ്ഥാപനങ്ങളുമായിട്ട് വളരെ അടുത്ത് പരിചയപ്പെടാനും പോയി വരുവാനും സാധിച്ചിട്ടുണ്ട്. മിഡിൽ സ്കൂളും ഹൈസ്കൂളും എല്ലാം ഇങ്ങനെ കോട്ടയത്ത് തന്നെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഹൈസ്കൂളിൽ അന്ന് എനിക്ക് എൻ്റെ വളരെ ഫേവററ്റായിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു. മിസ്റ്റർ PP സാമുവൽ സാറെന്ന് പറയും. അദ്ദേഹം, ഞാൻ ഓർക്കുമ്പോൾ എല്ലാം, നല്ല വെളുത്ത പാൻറ്റും നല്ല ഷർട്ടും ഒക്കെ ഇട്ട് വളരെ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ടീച്ചർ, ഒരു ഹെഡ് മാസ്റ്ററായിരുന്നു. കണ്ടാൽ വളരെ ബഹുമാനം തോന്നും. അതുപോലെ സ്റ്റുഡൻസിനെ വളരെ
കാര്യമായിട്ട് ഡീൽ ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന എൻകറേജ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഒരു ടീച്ചറായിരുന്നു. അന്നത്തെ കാലത്ത് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഹൈസ്കൂളിൽ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ തുക ഒരു സ്കോളർഷിപ്പ് പോലെ ഇങ്ങനെ തന്ന് എനിക്കും ആ ഒരു വളരെ ചുരുക്കമായുള്ളൊരു എൻകറേജ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ഇതിന് തന്ന് സഹായിച്ചിട്ടുമുണ്ട്. അതിപ്പോഴും ഞാനത് ആ കാര്യങ്ങൾ ഓർക്കുന്നു. അതുപോലെ തന്നെ വളരെ ഡിസിപ്ലിനറിയനായ ഒരാളാണ്. അവിടുത്തെ ഇതിൽ നിന്ന് പലതും എനിക്ക് പഠിക്കാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സംഭവം വളരെ പറയാം. എന്നും രാവിലെ ചാപ്പൽ സർവീസുണ്ട്. അതിന് അങ്ങോട്ട് സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യും പോയി അറ്റൻഡ് ചെയ്യാനായിട്ട്. അന്ന് കമ്പൽസറി ഒന്നുമല്ല, നിങ്ങൾക്ക് വേണേൽ പോയി അറ്റൻഡ് ചെയ്യാം ഒക്കെയാണ്. അവിടെ ചാപ്പൽ സർവീസ് പോകുമ്പോൾ അവിടെ ഒരു വർഷിപ്പ് ബുക്കുണ്ട്, ഒരു ഇംഗ്ലീഷ് വർഷിപ്പ് ബുക്ക് ഉണ്ട്. പിന്നെ ആ ബുക്കിൻ്റെ ലാസ്റ്റ് പേജ് നമ്മുടെ ലോർഡ്സ് പ്രേയർ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് അവർ ഫാദർ നെവൻ ഇങ്ങനെ ആ ഒരു ഇത് പ്രിൻ്റ് ചെയ്യുക ഒരു കട്ടുള്ള ഇതുണ്ട്, ഒരു പേജുണ്ട്. ഉടനെ അന്ന് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു 8th ഗ്രേഡിലാണെന്ന് തോന്നുന്നു. എൻ്റെ സഹോദരനായിരുന്നു അന്നത്തെ എൻ്റെ ടീച്ചർ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മൂത്ത സഹോദരൻ തോമസ് എബ്രഹാം ആയിരുന്നു എൻ്റെ ടീച്ചർ. പിന്നെ ഒരു അസൈൻമെൻ്റ് ആയിരുന്നു എല്ലാവരും ലോർഡ്സ് പ്രേയർ കാണാതെ പഠിക്കണം എന്നുള്ള ഒരിത്. ഉടനെ എല്ലാവർക്കും എങ്ങനെയാടാ ഇതൊന്ന് പഠിക്കുന്നത്, ഒരു പ്രിൻ്റ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അന്നത്തെ ഒരു കുസൃതി മെൻറ്റാലിറ്റി എല്ലാവർക്കും ഉണ്ടല്ലോ. ഞങ്ങളെല്ലാവരും കൂടെ ഒരു പ്ലാൻ ചെയ്തു. നമുക്ക് ആ ബുക്കിൻ്റെ അവസാനത്തെ ആ പേജ് ഒന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്ന് ഇത് ചെയ്യാമല്ലോ. അത് വെച്ചൊരു 4-5 ഞങ്ങളൊരു കൂട്ടുകാരെല്ലാവരും കൂടെ കൂടി അതെടുത്തു ഇത് കാണാതെ പഠിക്കാൻ വേണ്ടി. എങ്ങനെയോ എൻ്റെ ബ്രദറിൻ്റെ ചെവിയിൽ അത് പെട്ടു. ഇങ്ങനൊരു സംഭവം നടന്നു. അദ്ദേഹം ഒരു ദിവസം ക്ലാസ്സിൽ രാവിലെ വന്ന് ചോദിച്ചു, ആരാടാ എഴുന്നേറ്റ് നിൽക്കേ, ആരൊക്കെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. പതിയെ എഴുന്നേറ്റ് നിന്നു. പുള്ളി വളരെ കോപത്തോടെ സ്വന്തം സഹോദരനല്ലേ ഇത് ചെയ്തതെന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന് തലക്കിട്ട് ഒരടി. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമല്ലോ എന്തുമാത്രം സങ്കടത്തോടെ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഇന്നും അത് പറയുമ്പോൾ എനിക്ക് വളരെ ഇത് തോന്നുന്നതാണ്. അങ്ങനെ ജീവിതത്തിൽ വളരെ ഫ്യൂച്ചറിലേക്ക് ഉപയോഗിക്കത്തക്കവണ്ണം പല പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു സ്റ്റേജായിട്ട് ഞാൻ